ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രോബബിലിറ്റിയാണ്. പ്രോബബിലിറ്റി ഒരു ഈസി ചാപ്റ്ററാണ്. ഇത് നയൻത്തിൽ പഠിച്ചതും 8th പഠിച്ചതുമായ പ്രോബബിലിറ്റിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ്. 9th 8th നമ്മൾ പഠിച്ചത് എക്സ്പെരിമെൻ്റൽ പ്രോബബിലിറ്റി അല്ലെങ്കിൽ എംപിറിക്കൽ പ്രോബബിലിറ്റി ആണ്. അതായത് നമ്മൾ ചെയ്തു നോക്കും. ഇപ്പോൾ ഒരു തവണ 1000 തവണ കോയിൻ ടോസ് ചെയ്തു, അതിൽ 400 തവണ ഹെഡ് കിട്ടി, 600 തവണ ടെയിൽ കിട്ടിയെങ്കിൽ ആ എക്സ്പെരിമെൻറ്റിനാണ് നമ്മളെന്ത് പറയുന്നത്, എക്സ്പെരിമെൻ്റൽ പ്രോബബിലിറ്റി എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അത് നമ്മൾ എക്സ്പെരിമെൻ്റൽ പ്രോബബിലിറ്റി പറയും. അവിടെ നമ്മൾ എങ്ങനെ ചെയ്യുക, ഇപ്പോൾ ഒരാൾ 1000 തവണ കോയിൻ ടോസ് ചെയ്തു, അതിൽ 400 തവണ നമുക്ക് ഹെഡ് കിട്ടി, അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് ഹെഡ് എന്തായിരിക്കും, 400/1000. അല്ലെങ്കിൽ 600 തവണ ടെയിൽ കിട്ടിയെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് ടെയിൽ എന്തായിരിക്കും, 600/1000 ആയിരിക്കും. ഇവിടെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമുക്ക് പ്രോബബിലിറ്റി എന്നുള്ള ഈ ചാപ്റ്ററിൽ യൂസ് ചെയ്യുന്ന കുറച്ച് വേർഡുകൾ നമുക്ക് പരിചയപ്പെടാം. ഒന്ന്, എക്സ്പെരിമെന്റ്. എന്താണ് ഈ പ്രോബബിലിറ്റിയിൽ എക്സ്പെരിമെന്റ് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഇതിന്റെ ചാപ്റ്ററിൽ ചോദിക്കാനുള്ള ചാൻസസ് ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ്, ഒരു കോയിൻ ടോസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഒരു കാർഡിൽ നിന്ന് നമ്മളൊരു കാർഡ് സെലക്ട് ചെയ്യുക, ഒരു പെട്ടി കാർഡിൽ നിന്ന് നമ്മൾ ഡെക്ക് ഓഫ് കാർഡിൽ നിന്ന് കാർഡ് സെലക്ട് ചെയ്യുക, അതുപോലെ തന്നെ ഒരു ബോക്സിൽ കുറച്ച് പലതരത്തിലുള്ള കളർ ഇതുണ്ടായിരിക്കും, ബോളുകൾ ഉണ്ടായിരിക്കും, അതിൽ പ്രത്യേക ഒരു ബോൾ കലക്ട് ചെയ്യുക. ഇതൊക്കെ എന്താണ്, ആ പ്രോസസ്സിനെ നമ്മൾ എന്താ പറയുക, എക്സ്പെരിമെന്റ് എന്ന് പറയാം. ഇനി അടുത്തത് ഈവന്റ്. ഇപ്പം നമ്മളൊരു എക്സ്പെരിമെന്റ് ചെയ്യുകയാണ്, ആ എക്സ്പെരിമെന്റിന്റെ റിസൾട്ട് കിട്ടുമല്ലോ, അപ്പോൾ അങ്ങനെ ആ റിസൾട്ടുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഈവന്റ് എന്ന് പറയും. അപ്പോൾ ഒരു കോയിൻ ടോസ് ചെയ്യണം, ഹെഡോ ടൈലോ നിങ്ങൾക്ക് കിട്ടും. ആ ഹെഡിനെയും ടൈലിനും നമുക്ക് എന്ത് പറയാൻ പറ്റും, ഹെഡ് ഒരു ഈവന്റ് ആണ്, ടൈൽ എന്താണ്, ഒരു ഈവന്റ് ആണ്. ഇനി വേറൊരു കാര്യം നമ്മൾ പഠിക്കേണ്ടി വരും, എലമെന്ററി ഈവന്റ്. എലമെന്ററി ഈവന്റ് എന്ന് പറഞ്ഞാൽ ഒരൊറ്റ റിസൾട്ട് മാത്രം കിട്ടുന്ന ഈവന്റിന് നമ്മൾ എന്ത് പറയുക, എലമെന്ററി ഈവന്റ്. ഇപ്പോൾ ഒരു കോയിൻ ടോസ് ചെയ്യണം, ഹെഡും കിട്ടും ടൈലും കിട്ടും. അപ്പോൾ ഹെഡ് എന്താണ്, ഒറ്റ ഹെഡുള്ളൂ, ഹെഡ് ഒരു എലമെന്ററി ഈവന്റ് ആണ്. ടൈൽ എന്താണ്, ഒരു എലമെന്ററി ഈവന്റ് ആണ്. ഇനി അടുത്തത് എന്താണ് നമുക്ക് നോക്കുള്ളത്, സാമ്പിൾ സ്പേസ്. ഈ സാമ്പിൾ സ്പേസ് ശ്രദ്ധിക്കണം. സാമ്പിൾ സ്പേസ് ഇപ്പോൾ ഒരു കോയിൻ ടോസ് ചെയ്യണം, അപ്പോൾ നമുക്ക് എന്തെല്ലാം കിട്ടും, ഹെഡ് കിട്ടും നമുക്ക്, പിന്നെന്താ കിട്ടുക, ടൈൽ കിട്ടും. ഇതിനെങ്ങനെ കോമ വെച്ച് സെപ്പറേറ്റ് ചെയ്തിട്ട് ഇത്തരത്തിലുള്ള ഇങ്ങനത്തെ ബ്രാക്കറ്റ് കേട്ടോ, ഇങ്ങനത്തെ ഒരു ബ്രാക്കറ്റിനുള്ളിലാക്കി എഴുതുന്ന നമ്മൾ എന്താ പറയുക, സാമ്പിൾ സ്പേസ് എന്ന് പറയും. അതായത് കളക്ഷൻ ഓഫ് ഓൾ പോസിബിൾ ഔട്ട്കംസ് ഓഫ് ദ എക്സ്പെരിമെന്റ് ഈസ് നോൺ ആസ് ദ സാമ്പിൾ സ്പേസ്. അടുത്ത് നമ്മൾ യൂസ് ചെയ്യേണ്ട വേർഡാണ് ഈക്വലി ലൈക്ക്ലി. നമ്മൾ ക്വസ്റ്റ്യൻസ് ഒക്കെ യൂസ് ചെയ്യും. ഈക്വലി ലൈക്ക്ലി പേര് പോലെ തന്നെ ഈക്വൽ ചാൻസ് ആണ്, ഒരു കാര്യം സംഭവിക്കാൻ ഈക്വൽ ചാൻസ് ആണ്. ഇപ്പോൾ ഒരാൾ കോയിൻ ടോസ് ചെയ്യണം, കോയിൻ ടോസ് ചെയ്യുമ്പോൾ ആൾക്ക് ഹെഡ് കിട്ടും ടൈൽ കിട്ടും അല്ലേ, അത് ഈക്വലി ലൈക്ക്ലിയാണ്. ഒരാൾ കോയിൻ ടോസ് ചെയ്യുമ്പോൾ എങ്ങനെ ഹെഡ് കിട്ടുള്ളൂ, വേറെ ഏതൊരാൾ കോയിൻ ടോസ് ചെയ്താലും ഹെഡ് മാത്രമേ കിട്ടുള്ളൂ എന്ന് അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ കോയിനിൽ എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ അത് ഈക്വലി ലൈക്ക്ലി അല്ല. അപ്പോൾ ഈക്വലി ലൈക്ക്ലി പറഞ്ഞാൽ ഈക്വൽ ചാൻസ് ആണ്, ഒരു കാര്യം സംഭവിക്കാൻ ഈക്വൽ ചാൻസ് ആണ്, നമ്മൾ അതിനെന്താ പറയുക, ഈക്വലി ലൈക്ക്ലി. ഇനി എക്സ്പെരിമെന്റൽ ഓർ എംപിറിക്കൽ പ്രോബബിലിറ്റി നമ്മൾ 9th പഠിച്ചതാണ്. എന്തായിരുന്നത്, നമ്പർ ഓഫ് ടൈംസ് ദ ട്രയൽസ് ഇൻ വിച്ച് ഈവന്റ് ഹാപ്പൻ ബൈ ടോട്ടൽ നമ്പർ ഓഫ് ട്രയൽസ് അല്ലെ. അതായത് ആ ട്രയലിൽ എത്ര തവണ സംഭവിച്ചു, നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം ബൈ നമ്മൾ മൊത്തം എത്ര എണ്ണം ചെയ്തു എന്നുള്ളത്. അത് നിങ്ങൾ 9th പഠിച്ച കാര്യങ്ങളാണ്. ഈ കൊല്ലം നമ്മൾ പഠിക്കാൻ പോണതാണ് ക്ലാസിക്കൽ ഓർ തിയറിറ്റിക്കൽ പ്രോബബിലിറ്റി. ക്ലാസിക്കൽ പ്രോബബിലിറ്റി ഓർ തിയറിറ്റിക്കൽ പ്രോബബിലിറ്റി. എന്താണ് ക്ലാസിക്കൽ അല്ലെങ്കിൽ തിയറിറ്റിക്കൽ പ്രോബബിലിറ്റി? ഇപ്പോൾ ഈ എന്നുള്ള ഈവന്റിന്റെ ഒരു പ്രോബബിലിറ്റി നമ്മൾ കാണണമെങ്കിൽ നമ്മൾ എഴുതും നമ്പർ ഓഫ് ഔട്ട്കംസ് ഫേവറബിൾ ടു ഇ ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് ഓഫ് ദ എക്സ്പെരിമെന്റ്. നമ്പർ ഓഫ് ഔട്ട്കംസ് ഫേവറബിൾ ടു ഇ ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് ഓഫ് ദ എക്സ്പെരിമെന്റ്. അതായത് ഒരു കാര്യം ഇക്ക് ഫേവറബിൾ ആയിട്ട് എത്തുന്നുണ്ട് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കം. ഈ പ്രോബബിലിറ്റിന്റെ ചാപ്റ്ററിൽ ഏതൊരു ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾ എഴുതേണ്ട ഒരു സെന്റൻസ് ആണിത്, നമ്പർ ഓഫ് ഔട്ട്കം ഫേവറബിൾ ടു ഇ ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് ഓഫ് ദ എക്സ്പെരിമെന്റ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഷോർട്ടാക്കി എഴുതാം നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കം ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് എന്ന് എഴുതാം. ഇപ്പൊ എക്സാമ്പിൾ ഒരു ക്വസ്റ്റ്യൻ തരാം. ഒരാൾ കോയിൻ ടോസ് ചെയ്തു, ആൾക്ക് എന്തൊക്കെ കിട്ടി, അയാൾക്ക് കോയിൻ ടോസ് ചെയ്യുമ്പോൾ ആൾക്ക് സാമ്പിൾ സ്പേസ് എന്തൊക്കെയാണ് വരിക, ആൾക്ക് ഹെഡ് വരാം, പിന്നെന്താ ഒരാൾക്ക് ടെയിൽ വരാം അല്ലെ. ഇതാണ് അതിന്റെ സാമ്പിൾ സ്പേസ് ഉള്ളത്. ആൾക്ക് ഹെഡ് വരാം, അയാൾക്ക് ടെയിൽ വരാം. നിങ്ങളോട് പറയാണ് ഫൈൻഡ് പ്രോബബിലിറ്റി ഓഫ് ഹെഡ്. അപ്പൊ എത്ര ഉണ്ട്, ഹെഡിന് ഫേവർ ആയിട്ട് എത്ര ഉണ്ട്, ഒരൊറ്റ ഹെഡ് ഉള്ളു, അപ്പോൾ 1/, ടോട്ടൽ എത്ര ഉണ്ട്, 2. സോ പ്രോബബിലിറ്റി ഓഫ് ഹെഡ് ഇസ് ഈക്വൽ ടു 1/2. ഇനി പ്രോബബിലിറ്റി ഓഫ് ടെയിൽ കാണാൻ പറയാണ്. അപ്പൊ ടെയിലിന് ഫേവർ ആയിട്ട് എത്ര ഉണ്ട്, ഒരു ടെയിൽ ഉള്ളൂ, 1/2. സോ പ്രോബബിലിറ്റി ഓഫ് ഹെഡ് ഇസ് ഈക്വൽ ടു 1/2, പ്രോബബിലിറ്റി ഓഫ് ടെയിൽ ഇസ് ഈക്വൽ ടു 1/2. ഇനി നമുക്ക് എലമെന്ററി ഇവന്റിനെ പറ്റി പഠിക്കാം. എന്താ എലമെന്ററി ഇവന്റ്? അതായത് ഒരു എക്സ്പെരിമെന്റ് ചെയ്യണം, അപ്പോൾ നമുക്ക് ഒരൊറ്റ റിസൾട്ട് കിട്ടുകയാണ്. ഒരു കോയിൻ ടോസ് ചെയ്യാൻ ഒരിക്കലും ഹെഡ് കിട്ടാം, അല്ലെങ്കിൽ എന്ത് കിട്ടാം, നമുക്ക് ടെയിൽ കിട്ടാം. ആ ഹെഡ് ഒരു എലമെന്ററി ഇവന്റ് ആണ്, ടെയിൽ എന്താണ്, ഒരു എലമെന്ററി ഈവന്റ് ആണ്. അപ്പോൾ ആൻ ഈവന്റ് ഹാവിംഗ് ഓൺലി വൺ ഔട്ട്കം ഈസ് നോൺ ആസ് ദ എലമെന്ററി ഈവന്റ്. ഒരു കോയിൻ നമ്മൾ ടോസ് ചെയ്യണം. ഓക്കെ, ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെ കിട്ടും, ഹെഡ് കിട്ടും ടൈൽ കിട്ടും. അപ്പോൾ നമ്മൾ സാമ്പിൾ സ്പേസ് എഴുതി. സാമ്പിൾ സ്പേസ് എന്തൊക്കെയുണ്ട്, ഹെഡും ഉണ്ട് ടൈലും ഉണ്ട്. അതിൽ പ്രോബബിലിറ്റി ഓഫ് ഹെഡ് എന്താ, ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്താ, ഒരു ഹെഡ് അല്ലേ ഉള്ളൂ, ടോട്ടൽ 2 ഉണ്ട്, അപ്പോൾ 1/2. പ്രോബബിലിറ്റി ഓഫ് ടൈൽ എന്തായിരിക്കും, ഒരു ടൈൽ ഉള്ളൂ, മൊത്തം 2 ഉണ്ട്, അതും എത്രയായിരിക്കും നമുക്ക് കിട്ടുക, 1/2. സോ പ്രോബബിലിറ്റി ഓഫ് ഹെഡ് 1/2 ആണ്, പ്രോബബിലിറ്റി ഓഫ് ടെയിൽ നമുക്ക് എത്ര കിട്ടുന്നത്, 1/2 കിട്ടുന്നുണ്ട്. അപ്പോൾ 2 പ്രോബബിലിറ്റി നമ്മൾ ആഡ് ചെയ്ത് നോക്കാം. ഒരു എക്സ്പെരിമെന്റിൽ നമുക്ക് കിട്ടാവുന്ന എലമെന്ററി എല്ലാ ഈവന്റുകളുടെയും പ്രോബബിലിറ്റി നമ്മൾ ആഡ് ചെയ്ത് നോക്കാം. പ്രോബബിലിറ്റി ഓഫ് ഹെഡ് പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ടെയിൽ, അപ്പോൾ നമുക്ക് എത്ര കിട്ടും,
ഹാഫ് പ്ലസ് ഹാഫ്, അരയും കൂട്ടി നമുക്ക് എത്ര കിട്ടുക? 1 കിട്ടി. അതായത് ഒരു എക്സ്പെരിമെന്റ് നടക്കുമ്പോൾ കിട്ടുന്ന 2 ഈവന്റ്, ആ 2 ഈവന്റുകളുടെയും പ്രോബബിലിറ്റി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടി? 1 കിട്ടി. ഇനി നമുക്ക് വേറെ ക്വസ്റ്റൻ ചെയ്ത് നോക്കാം. ഒരു ബോക്സിൽ ഒരു റെഡ് കളർ ബോൾ ഉണ്ട്, ഒരു ബ്ലൂ കളർ ബോൾ ഉണ്ട്, ഒരു ബ്ലാക്ക് കളർ ബോൾ ഉണ്ട്. ബ്ലാക്ക് കളർ ബോൾ ഉണ്ടാവുക അറിയില്ല, ഒരു ബ്ലാക്ക് കളർ ബോൾ ഉണ്ട്. അങ്ങനെ 3 കളറുള്ള ബോളുകളുണ്ട്. അങ്ങനെ വെച്ചാൽ പ്രോബബിലിറ്റി ഓഫ് റെഡ് എന്തായിരിക്കും? എത്ര റെഡ് ഉണ്ട്? ഒരൊറ്റ റെഡ് ഉള്ളൂ. മൊത്തം എത്ര ബോൾ ഉണ്ട്? 3 ബോൾ. സോ പ്രോബബിലിറ്റി ഓഫ് റെഡ് എത്രയാണ് നമുക്ക് കിട്ടുക? 1/3. പ്രോബബിലിറ്റി ഓഫ് ബ്ലൂ എന്തായിരിക്കും? ഒരു ബ്ലൂ ഉള്ളൂ, മൊത്തം 3 ഉണ്ട്, അത് നമുക്ക് എത്ര കിട്ടും? 1/3. പ്രോബബിലിറ്റി ഓഫ് ബ്ലാക്ക് എന്തായിരിക്കും? ഒരു ബ്ലാക്ക് ഉണ്ട്, മൊത്തം 3 ഉണ്ട്, അത് നമുക്ക് എത്ര കിട്ടും? 1/3 കിട്ടും. സോ പ്രോബബിലിറ്റി ഓഫ് റെഡും 1/3 ആണ്, പ്രോബബിലിറ്റി ഓഫ് ബ്ലൂ 1/3 ആണ്, പ്രോബബിലിറ്റി ഓഫ് ബ്ലാക്ക് നമുക്ക് എത്ര കിട്ടി? 1/3 ആണ്. നമ്മൾ ഇതെല്ലാം ആഡ് ചെയ്തു. പ്രോബബിലിറ്റി ഓഫ് റെഡ് പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബ്ലൂ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബ്ലാക്ക് എല്ലാം നമ്മൾ ആഡ് ചെയ്യണം. 1/3 പ്ലസ് 1/3 പ്ലസ് 1/3 നമുക്ക് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുക? ഡിനോമിനേറ്ററിലാക്കിന് സെയിം ആണ്, 3 എഴുതി, ന്യൂമറേറ്റർ എല്ലാം ആഡ് ചെയ്യും. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 3/3 = 1 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. കൺക്ലൂഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മൾ പറയാം സം ഓഫ് ദ പ്രോബബിലിറ്റീസ് ഓഫ് എല്ലാ പ്രോബബിലിറ്റിയും ഓഫ് ഓൾ ദ എലിമെന്ററി ഈവൻസ് ഓഫ് ആൻ എക്സ്പെരിമെന്റ്. ഒരു എക്സ്പെരിമെന്റിന്റെ എല്ലാ എലിമെന്ററി ഈവന്റുകളുടെയും പ്രോബബിലിറ്റിന്റെ സം എത്ര നമുക്ക് കിട്ടുന്നത്? 1 ആണ്. സം ഓഫ് ദ പ്രോബബിലിറ്റീസ് ഓഫ് ഓൾ ദ എലിമെന്ററി ഈവൻസ് ഓഫ് ആൻ എക്സ്പെരിമെന്റ് ഈസ് 1. ഈ കാര്യം നമുക്ക് പഠിക്കാം. അതായത് ഒരു കാര്യം കിട്ടാനുള്ള പ്രോബബിലിറ്റിയും അത് കിട്ടാതിരിക്കാനുള്ള പ്രോബബിലിറ്റിയും സം എന്തായിരിക്കും നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നോക്കൂ, ഒരു സാമ്പിൾ സ്പേസ് എടുത്തു, ഹെഡും ടെയിലും. അപ്പം തന്നെ സാമ്പിൾ സ്പേസ് നിങ്ങൾക്ക് മനസ്സിലായി എന്താണ് ഉദ്ദേശിച്ചത്? എന്താ? നമ്മൾ കോയിൻ ടോസ് ചെയ്യുക, നമുക്ക് ഹെഡ് കിട്ടും, ടെയിൽ കിട്ടും, അതാണ് നമ്മൾ ഉദ്ദേശിച്ചത് അല്ലേ? ഇനി അങ്ങനെയാണെങ്കിൽ നമ്മൾ എഴുതി ഇ ബി ദ ഈവന്റ് ഓഫ് ഗെറ്റിംഗ് ഹെഡ് കിട്ടാനുള്ള ഈവന്റ് നമ്മൾ എന്ത് പറഞ്ഞു? ഇ എന്ന് പറഞ്ഞു. അടുത്തത് ടെയിലാണ്. ടെയിൽ കിട്ടാനുള്ള ഈവന്റ് നമ്മൾ എന്ത് പറഞ്ഞു? എഫ് എന്ന് പറഞ്ഞു. ഹെഡ് കിട്ടാനുള്ള ഈവന്റ് എന്താണ്? ഇ. ടെയിൽ കിട്ടാനുള്ള ഈവന്റ് എന്താണ്? എഫ്. അങ്ങനെയാണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് ഇ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് എഫ് എന്താണ്? പ്രോബബിലിറ്റി ഓഫ് ഇ എന്താണ്? ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി. എത്ര ഹെഡാണുള്ളത്? ഒരു ഹെഡ്. ടോട്ടൽ എത്ര ഉണ്ട് ഇതിനുള്ളിൽ? 2. സോ 1/2. പ്രോബബിലിറ്റി ഓഫ് എഫ് ആണ്. എത്ര എഫ് ഉണ്ട് ഇതിൽ? എത്ര എഫ് മീൻസ് എന്താണ്? ടെയിൽ. എത്ര ടെയിൽ ഉണ്ട് ഇതിൽ? ഒരു ടെയിൽ ഉള്ളൂ. മൊത്തം എത്ര ഉണ്ട്? 2. സോ ഇറ്റ് ഈസ് 1/2. വട്ട് ഈസ് ഹാഫ് പ്ലസ് ഹാഫ്? ഹാഫ് പ്ലസ് ഹാഫ് ഈസ് 1. ഹാഫ് ഹാഫ് ആയിട്ട് നമുക്ക് എത്ര കിട്ടുക? നമുക്ക് 1 എന്ന് കിട്ടും. ഹാഫും ഹാഫും ആയിട്ട് നമുക്ക് എത്ര കിട്ടുക? 1 എന്ന് കിട്ടും. അതായത് പ്രോബബിലിറ്റി ഓഫ് ഇ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് എഫ് ഈസ് 1. നമുക്ക് ഒന്നും കൂടി മാറ്റി എഴുതാം. പ്രോബബിലിറ്റി ഓഫ് ഇ നമ്മൾ പ്രോബബിലിറ്റി ഓഫ് ഇ എന്ന് തന്നെ എഴുതി. പ്രോബബിലിറ്റി ഓഫ് എഫിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? പ്രോബബിലിറ്റി ഓഫ് എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പ്രോബബിലിറ്റി ഓഫ് നോട്ട് ഇ. ഇ അല്ലാത്തതാണ് എന്ത്? എഫ്. പ്രോബബിലിറ്റി ഓഫ് നോട്ട് ഇ അല്ലേ? അതിന് സമ്പത്തിൽ നമുക്ക് കിട്ടുന്നത് 1 ആണ് കിട്ടുന്നത്. ഈ നോട്ട് ഇനെ നമുക്ക് 2 രീതി സൂചിപ്പിക്കാം. ഒന്നെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് നോട്ട് ഇനെ ഇ ഇട്ടിട്ട് ഒരു ബാർ ഇങ്ങനെ ഇടാം. അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് പ്രോബബിലിറ്റി ഓഫ് ഇ എന്നിട്ടിട്ട് ഒരു കോംപ്ലിമെന്റ് സി എന്നിട്ടാൽ മതി. അതിന്റെ മുകളിൽ ഒരു സി എന്നിട്ട് ഈ കോംപ്ലിമെന്റ് എന്ന് മാറ്റി നമുക്ക് എഴുതാൻ പറ്റും. പ്രോബബിലിറ്റി ഓഫ് ഇ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് നോട്ട് ഇ ഈക്വൽ ടു 1. പ്രോബബിലിറ്റി ഓഫ് ഇ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് നോട്ട് ഇ ഈക്വൽ ടു 1. വെരി വെരി ഇമ്പോർട്ടൻറ്റ് കാര്യമാണിത്. നിങ്ങൾക്ക് പ്രോബബിലിറ്റി ഓഫ് നോട്ട് ഇ ഈസ് ഈക്വൽ ടു 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് ഇ. പ്രോബബിലിറ്റി ഓഫ് നോട്ട് ഇ ഈസ് ഈക്വൽ ടു 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് ഇ. ഇതിന്റെ മീനിങ് എന്താണ്? ഒരു ഈവന്റ് കിട്ടാനുള്ള പ്രോബബിലിറ്റിയും അത് കിട്ടാതിരിക്കാനുള്ള പ്രോബബിലിറ്റി എത്രയായിരിക്കും? 1 ആയിരിക്കും. ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി, ഹെഡ് അല്ലെങ്കിൽ വരുന്നത് എന്തായിരിക്കുക? ടെയിൽ അല്ലെ? ടെയിൽ കിട്ടാനുള്ള പ്രോബബിലിറ്റിയും ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റിയും ഹെഡ് കിട്ടാതിരിക്കാനുള്ള പ്രോബബിലിറ്റി എത്രയാണ് നമുക്ക് കിട്ടുന്നത്? 1 എന്നാണ് കിട്ടുന്നത്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ കുറച്ച് ടേംസ് നമുക്ക് നോക്കാം. കോംപ്ലിമെന്ററി ഈവന്റ്, ഷുവർ ഈവന്റ്, ഇമ്പോസിബിൾ ഈവന്റ്. കോംപ്ലിമെന്ററി ഈവന്റ് പറഞ്ഞാൽ നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്തത്. അതായത് ഒരു കാര്യം സംഭവിക്കാനുള്ളത് ഇ, അത് സംഭവിക്കാതിരിക്കാനാണ് എന്താണ് നമ്മൾ എടുത്തത്? ഇ ബാർ ഓർ ഇ കോംപ്ലിമെന്റ്. പ്രോബബിലിറ്റി ഓഫ് ആൻ ഈവന്റ് ഈസ് ഇ, ആ പ്രോബബിലിറ്റി ഓഫ് നോട്ട് ആൻ ഈവന്റ് ഈസ് ഇ കോംപ്ലിമെന്റ്. ഓക്കെ. ഇപ്പോൾ ഹെഡ് വരാനുള്ളതാണ് നമ്മൾ പ്രോബബിലിറ്റി ഓഫ് ഇ എങ്കിൽ ഹെഡ് വരാതിരിക്കാനുള്ളതാണ് എന്ത് പറയാ? നമ്മൾ ടെയിൽ അല്ലേ? ടെയിൽ വരും, അല്ലെങ്കിൽ നമ്മൾ പറയും കോംപ്ലിമെന്റ് ഓഫ് ഇ എന്ന് പറയും. അങ്ങനെ ഒരു മുകളിൽ എന്താ ഒരു ബാർ ഇട്ടാൽ മതി, ഒരു വരട്ടാൽ മതി, അല്ലെങ്കിൽ മുകളിൽ ഒരു സി ഇട്ടാലും നമുക്ക് വായിക്കാൻ പറ്റും. അടുത്തത് ഷുവർ ഈവന്റ്. ഷുവർ ആയിട്ട് അത് നടക്കും എന്നുള്ളത് നമ്മൾ പറയാ ഷുവർ ഈവന്റ്. ഒരു ബോക്സ് എടുക്കണം. ഒരു ബോക്സിൽ നമ്മൾ ഒരു ബോക്സ് എടുക്കണം. ഒരു ബോക്സിൽ 5 ബ്ലൂ കളർ ബോൾ മാത്രമേ ഉള്ളൂ. 5 ബ്ലൂ കളർ ബോൾ. നിങ്ങളോട് പറയാണ് ടേക്ക് എ ബ്ലൂ കളർ ബോൾ. ഒരു ബോൾ എടുക്ക്. ആ ബോൾ എന്തായിരിക്കണം? ബ്ലൂ കളർ ആയിരിക്കണം. എല്ലാം ബ്ലൂ കളറിലുള്ള ബോൾ എടുത്ത് എന്തേ വരുള്ളൂ? ആ ബ്ലൂ കളറിനെ വരുള്ളൂ. അപ്പൊ നമുക്ക് പറയാൻ പറ്റും പ്രോബബിലിറ്റി ഓഫ് ദ ബ്ലൂ ഈസ് 5 ബ്ലൂ കളർ ആണ്. മൊത്തം 5 ബോൾ ഉണ്ട്. എത്ര നമുക്ക് കിട്ടുക? 1 ആണ്. അപ്പൊ നമുക്ക് പറയാൻ പറ്റും പ്രോബബിലിറ്റി ഓഫ് ദ ഷുവർ ഈവന്റ്. ഷുവർ ആയിട്ട് വരുന്ന ഒരു ഈവന്റിന്റെ പ്രോബബിലിറ്റി എന്തായിരിക്കും? 1 ആണ്. ഓക്കെ.
ഒരു ഷുവറായിട്ട് ഈ ഇവന്റിന്റെ പ്രോബിലിറ്റി എന്തായിരിക്കും നമുക്ക് കിട്ടുക 1 ആയിരിക്കും. അടുത്ത ഇമ്പോസിബിൾ ഇവന്റ്, വരാൻ ചാൻസ് ഇല്ലാത്ത പ്രോബിലിറ്റിയാണ്. ഇത് തന്നെ ഈ എക്സാമ്പിൾ നമുക്ക് എടുക്കാം. ഒരു ബാഗിൽ 5 ബ്ലൂ കളർ ബോൾ ഉണ്ട്. നിങ്ങളോട് പറയാണ് ഒരു ബോൾ എടുക്കണം, ബോൾ എന്ത് കളർ ആവണം? റെഡ് കളർ ആവണം. നമ്മൾ അന്തം വിട്ടു പോകും, കാരണം ആകെ എല്ലാം ബ്ലൂ ആണുള്ളത്. അതൊന്ന് റെഡ് കളർ ബോൾ എടുക്കണം. അപ്പോൾ റെഡ് കളർ ബോൾ നമുക്ക് പോസിബിൾ ആയ കാര്യമല്ല. അപ്പോൾ ഒരു റെഡ് കളർ ബോളും ഇല്ല. 0, മൊത്തം എത്ര ബോൾ ഉണ്ട്? 5. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 0 എന്ന് കിട്ടും. സോ നമുക്ക് പറയാൻ പറ്റും ഇമ്പോസിബിൾ ഈവന്റ് ആണെങ്കിൽ അതിന്റെ പ്രോബിലിറ്റി നമുക്ക് എത്ര കിട്ടുക? 1 ആണ്. വെരി ഇമ്പോർട്ടന്റ് ആണ്. ഷുവർ ഈവന്റ് ആണെങ്കിൽ നമുക്ക് എത്ര കിട്ടും? 1 കിട്ടും. സോറി, ഇമ്പോസിബിൾ ഈവന്റ് ആണെങ്കിൽ നമുക്ക് എത്ര കിട്ടും? നമുക്ക് 0 കിട്ടും. അപ്പൊ പ്രോബിലിറ്റി ഓഫ് ദ ഇമ്പോസിബിൾ ഈവന്റ്, വാട്ട് ഇസ് ദ പ്രോബിലിറ്റി ഓഫ് ഇമ്പോസിബിൾ ഈവന്റ്? 0 ആണ്. ഓക്കെ, ഷുവർ ഈവന്റ് ആണെങ്കിൽ 1 കിട്ടും. ഇമ്പോസിബിൾ ഈവന്റ് ആണെങ്കിൽ നമുക്ക് എത്ര കിട്ടുക? നമുക്ക് എത്ര കിട്ടും? 0 കിട്ടും. കോംപ്ലിമെന്ററി ഈവന്റ് പറഞ്ഞാൽ എന്താണ്? ഒന്ന് കിട്ടാനുള്ള പ്രോബിലിറ്റിയും കിട്ടാതിരിക്കാനുള്ള പ്രോബിലിറ്റിയാണ്. ഓർമ്മിക്കണം, ഇതിന്റെ രണ്ടിന്റെയും സമ്മ നമുക്ക് എത്ര കിട്ടും? നമുക്ക് 1 കിട്ടും. പ്രോബിലിറ്റി ഓഫ് ഇ പ്ലസ് പ്രോബിലിറ്റി ഓഫ് നോട്ട് ഇ ഈസ് ഈക്വൽ ടു 1. പ്രോബിലിറ്റി ഓഫ് ഷുവർ ഈവന്റ് 1. പ്രോബിലിറ്റി ഓഫ് ഇമ്പോസിബിൾ ഈവന്റ് 0. ഒരാൾ നിങ്ങളോട് ചോദിക്കുകയാണ്, ഒരാൾക്ക് പ്രോബബിലിറ്റി കിട്ടി, പ്രോബബിലിറ്റിന്റെ വാല്യൂ 1.23 ആണെന്ന്. തെറ്റായിരിക്കും. ഒരിക്കലും പ്രോബബിലിറ്റിന്റെ വാല്യൂ 1-നെക്കാട്ടും കൂടുതലാവില്ല, 0-നെക്കാട്ടും കുറവാവില്ല. കാരണം ഷുവർ ഇവന്റിന്റെ പ്രോബബിലിറ്റി എത്രയാണ്? 1. ഇമ്പോസിബിൾ ഇവന്റിന്റെ പ്രോബബിലിറ്റി എത്രയാണ്? 0 എന്നാണ് വരുന്നത്. അപ്പോൾ ഒരു കാര്യത്തിന്റെ പ്രോബബിലിറ്റി എടുക്കണമെങ്കിൽ, ഒരു ഈവന്റിന്റെ പ്രോബബിലിറ്റി ആണെങ്കിൽ ഇത് എന്തിന് ഈക്വൽ ആയിരിക്കും? ഒന്നെങ്കിൽ അത് 0-ന് ഈക്വൽ ആയിരിക്കും, അല്ലെങ്കിൽ 0-നെക്കാട്ടും കൂടുതലായിരിക്കും, അല്ലെങ്കിൽ അത് 1-ന് ഈക്വൽ ആയിരിക്കും, 1-നെക്കാട്ടും എന്തായിരിക്കും? കുറവായിരിക്കും. സോ എപ്പോഴും ഓർമ്മിക്കുക, ഒരു പ്രോബബിലിറ്റിന്റെ വാല്യൂ ഏതിന്റെ ഇടയിലായിരിക്കും? 1-നും 0-നും ഇടയ്ക്കായിരിക്കും. 1-ഉം 0-യും നമ്മൾ ഇൻക്ലൂഡഡ് ആയിരിക്കും. ഓക്കെ, പ്രോബബിലിറ്റി ഓഫ് an event 0, ഇറ്റ്സ് ട്രൂ. പ്രോബബിലിറ്റി ഓഫ് an event is -1.23. അതൊരിക്കലും തെറ്റാണ്, അത് ശരിയല്ല, തെറ്റാണത്. പ്രോബബിലിറ്റി ഓഫ് ഈവന്റ് ഈസ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെയാണ്. 1-നെക്കാട്ടും കൂടുതലാണെങ്കിൽ എന്താണ്? തെറ്റാണ്. സോ റിമെമ്പർ വൺ തിങ്, probability of the value always lies between 0 and 1, including 0 and 1.